നമസ്കാരം, മീഡിയ മൈൻ ന്യൂസിലേക്ക് സ്വാഗതം. പബ്ലിക് റിലേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ കൊച്ചി ചാപ്റ്റർ മാധ്യമ വിദ്യാർത്ഥികൾക്കായി നടത്തിയ കണ്ടന്റ് ബൂട്ട് ക്യാമ്പ് മനോരമ ന്യൂസിന്റെ ന്യൂസ് ഡയറക്ടർ ജോണി ലൂക്കോസ് ഉദ്ഘാടനം ചെയ്തു. ശരിക്കും പറഞ്ഞാൽ തിങ്കിങ് എന്ന് പറയുന്നത് ഒരു മസിലാണെന്ന് പറയും. അതുപോലെ തന്നെയാണ് റൈറ്റിംഗ്, അതും ഒരു മസിലാണ്. ആ മസില് ശരിക്കും ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സസൈസ് ചെയ്യണം. അത് ഒരു നിമിഷം കൊണ്ട് നിങ്ങൾക്ക് കൈവരുന്നൊന്നുമില്ല. തിങ്കിങ് ആണെങ്കിലും ഈ പറഞ്ഞ റൈറ്റിംഗ് ആണെങ്കിലും അതിന് നിങ്ങൾക്കൊരു എക്സസൈസ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. പിന്നെ എന്തെങ്കിലും എഴുതുമ്പോൾ ഇന്നത്തെ കാലത്ത് നിങ്ങൾ എഴുതിയ ആളുകളെ അങ്ങോട്ട് ഡാൻസ് ചെയ്യാമെന്ന് കരുതരുത്. ശരിക്കും പറഞ്ഞാൽ ടെല്ലിങ്ങിനേക്കാളും പ്രധാനം ഷെയറിംഗ് ആണെന്ന് പറയും. അവർക്ക് അവരുടെ എന്തെങ്കിലും ഒരു അനുഭവമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ. ഇപ്പം ഞങ്ങൾ പറയും ചിലപ്പോൾ എഴുതുമ്പോൾ അനക്ടോട്ടലി, നിങ്ങൾ ചിന്തിക്കുക എഴുതുമ്പോഴൊക്കെ തിങ്ക് അനക്ടോട്ടലി അല്ലെങ്കിൽ റൈറ്റ് അനക്ടോട്ടലി എന്ന് പറയും. ഇപ്പൊ അനക്ടോട്ട് എന്നൊക്കെ പറയുന്ന നമ്മൾ എന്തെങ്കിലും തരത്തില് മനുഷ്യൻ എന്താണ് ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുന്നത് ഓൾ അബൌട്ട് സ്റ്റോറി ടെല്ലിംഗ്. ഇത് നമ്മൾ ചെയ്യുന്നതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റോറിയാണ്. ആ സ്റ്റോറി എങ്ങനെയാണ് പറയുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനം. ഇപ്പൊ നമ്മൾ വളരെ പ്രൊസൈക്ക് ആയിട്ടുള്ള ഒരു പ്രൊസീസ് ആണെന്നുണ്ടെങ്കിലും ഇറ്റ്സ് ആക്ച്വലി ഒരു സ്റ്റോറി. ആ സ്റ്റോറി ടെല്ലിംഗ് എങ്ങനെയാണ്, സ്റ്റോറി ടെല്ലിംഗ് ടെക്നിക് എല്ലാം മനുഷ്യനെ കേൾക്കാൻ ഇഷ്ടമുള്ള ഇതല്ലേ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത്. അത് എം.എൻ. വിജയൻ മാഷ് പറയും, ശരിക്കും പറഞ്ഞാൽ ഈ ചുരന്ന മുലയും പിളർന്ന വായും തമ്മിലുള്ള ഒരു ശൈശവ ബന്ധമാണ് ശരിക്കും പറഞ്ഞാൽ ഈ പരസ്യത്തിന്റെ അടിസ്ഥാനം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പോകുന്നുണ്ട്, അതിനാർത്തി പിടിച്ചിരിക്കുന്ന ഒരു പാവടർന്നിരിക്കുന്ന ഒരു കുട്ടിയുണ്ട്. അപ്പൊ അതിന്റെ ഒരു ശൈശവ ബന്ധം പോലെയാണ്. ആ ബന്ധം ഉണ്ടെന്ന് തോന്നണം, അത് തോന്നിപ്പിക്കുക എന്നാണല്ലോ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് കുറച്ച് മനഃശാസ്ത്ര തത്വങ്ങൾ വെച്ചാണ് എല്ലാ കാര്യങ്ങളും വർക്ക് ചെയ്യുന്നത്. ആളുകൾക്ക് എന്ത് കാണും, ഇപ്പൊ ക്ലിക്ക് ബൈറ്റ് എന്നൊക്കെ പറയത്തില്ലേ, അത് വെച്ചിട്ടാണല്ലോ ഇപ്പൊ ആളുകളെല്ലാം ഈ സൈറ്റുകളിലെല്ലാം പോകുന്നത്. അതിന്റെ കണ്ടന്റും ശരിക്കും പറഞ്ഞാൽ അതിന്റെ തലക്കെട്ടും തമ്മിൽ അത്രയ്ക്ക് ബന്ധമൊന്നും ഉണ്ടാവണമെന്നില്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടുത്ത 6-ാം തീയതി 18 വയസ്സായ ആണും പെണ്ണും ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞാണ് അത് തലക്കെട്ട് വന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അത് 18 വയസ്സായ വോട്ടവകാശമുണ്ട്, 6-ാം തീയതി വോട്ടിന്റെ ദിവസമായിരുന്നു. അപ്പൊ അവര് ഈ ആണും പെണ്ണും വോട്ട് ചെയ്യാൻ പോകും എന്നാണ് അതിനകത്ത് അതിന്റെ കണ്ടന്റ്, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോ സിത്താര കൃഷ്ണകുമാർ എല്ലാം പറിച്ചറിഞ്ഞ സിത്താര എന്നാണ്. അപ്പൊ എന്താണ് പറിച്ചറിഞ്ഞത്? അവര് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറഞ്ഞ മേക്കപ്പിലും ആടയാഭരണങ്ങളിലും ഒന്നും അല്ല ഒരു മനുഷ്യന്റെ വ്യക്തിത്വം എന്നത് സൂചിപ്പിക്കാൻ വേണ്ടി അതെല്ലാം അവര് ഊരിക്കളഞ്ഞു എന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന് തലക്കെട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും അത് എല്ലാം പറിച്ചറിഞ്ഞ് സിത്താര കൃഷ്ണകുമാർ എന്ന തരത്തിലായിരിക്കും. അപ്പൊ ആ തരത്തിലുള്ള ക്ലിക്ക് ബൈറ്റുകളാണ് ഇപ്പോൾ ഇവിടെ എല്ലായിടത്തും പോകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത് മനുഷ്യന്റെ ഒരു മനഃശാസ്ത്രമുണ്ട്. അടിസ്ഥാനപരമായിട്ട് എന്താണ്, അത് ഇമോഷൻസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഏതെങ്കിലും തരത്തിൽ ഇൻവോൾവ് ആക്കാൻ പറ്റുമെന്ന് നോക്കാം. 2 മെമ്മറീസ്, അവരുടെ എല്ലാ ചെറുപ്പകാലം മുതലുള്ള അവരുടെ മെമ്മറീസ് ഉണ്ടാവും, ഗൃഹാതിരത്വം ഉണ്ടാവും, അതിലേക്ക് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ. പിന്നെ കളേഴ്സ് എന്ന് പറയും, അത് ചില സംഗതികളിൽ നമുക്കൊന്ന് ഒരു കളർഫുൾ ആക്കണം, നമ്മൾ അവരെ ഒന്ന് ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഒരു ശ്രമം ഉണ്ടാകണം. അപ്പൊ ഈ സൈക്കോളജിക്കൽ തന്ത്രങ്ങളിലാണ് ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് സ്നേഹവും ഭയവും പൊങ്ങച്ചവും കാമവും എല്ലാം വരും. എല്ലാം കൂടെ ചേർന്നുള്ള ഇതിന്റെ ഒരു വല്ലാത്തൊരു മിശ്രിതമാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എഴുത്തിന് ഉപയോഗിക്കേണ്ടി വരിക. പുതിയ കാലത്ത് ഏതെല്ലാം തരത്തിലാണ് മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ വരുന്നത് അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻസ് വരുന്നത്. നമ്മളൊരു സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ അതിന്റെ ആദ്യമായിട്ട് സ്റ്റാൻഡേർഡ് ട്രെയിലർ ഉണ്ടാവും. അതിപ്പോൾ മുമ്പൊക്കെ ട്രെയിലർ മാത്രം ഉണ്ടായിരുന്നു, ഇപ്പോൾ അതിന്റെ ഒരു ടീസർ ഉണ്ടാവും. ടീസർ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ടീസർ വേറെ ഉണ്ടാവും, പുതിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അതിന്റെ ഒരു ഫീച്ചറുകൾ ഉണ്ടാവും, പിന്നെ അതിന്റെ മേക്കിംഗ് ഓഫ് വീഡിയോ, അത് എങ്ങനെയാണ് അത് ഉണ്ടാക്കി എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു പ്രൊമോഷൻ സാധനം ഉണ്ടാവും, ഒരു പ്രൊമോ ഗാനം ഉണ്ടാവും. അപ്പൊ ആ തരത്തിലാണ് പബ്ലിക് റിലേഷൻ പോകുന്നത്. അതിനെല്ലാം നമുക്ക് പുതിയ പുതിയ ആശയങ്ങൾ വേണം, ആശയം. അത് അവിടെയാണ് ഈ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് എത്രത്തോളം പ്രധാനമാണ് എന്ന് നിങ്ങൾക്ക് വീണ്ടും ബോധ്യമാകുക. അപ്പൊ എന്താണ് ശരിക്കും ക്രിയേറ്റിവിറ്റി? നമ്മളെന്ന് പറഞ്ഞാൽ ഒരു ഡിഫറെന്റ് പാറ്റേൺ ഓഫ് തോട്ട് ആണ്. So breaking away from the usual pattern of thought into an entirely different pattern of thought. അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. അതിൽ 2 തരം തിങ്കിങ്ങിനെ കുറിച്ച് നമ്മൾ പറയും. ഒന്ന് കൺവേർജന്റ് തിങ്കിങ് ആണ്, അത് സയൻസും മാത്സും ഒക്കെ പഠിച്ചവർക്കറിയാം. കൺവേർജന്റ് തിങ്കിങ്, ഐസക് ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീഴുമ്പോൾ ഐസക് ന്യൂട്ടൻ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് താഴേക്ക് വീഴുന്നത് എന്നതാണ്. ഇങ്ങനെ ആപ്പിൾ താഴേക്കാണ് വീഴുന്നതെങ്കിൽ എല്ലാ ഫലങ്ങളായാലും എന്തായാലും മുകളിൽ നിന്ന് താഴേക്ക് മാത്രമാണ് പതിക്കുക. അങ്ങനെയെങ്കിൽ അതിന് ഒരു കാരണം ഉണ്ടാവും. അങ്ങനെയാണ് ഇപ്പം എന്താണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്നുള്ള അതിനെ പറ്റിയുള്ള കണ്ടുപിടുത്തത്തിലേക്ക് നയിക്കുന്നത്. അങ്ങനെ കണ്ടുപിടുത്തത്തിലേക്ക് നയിക്കുന്നത്
ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാം അങ്ങനെയാകും എന്നുള്ള കൺവേർജന്റ് തിങ്കിങ് എന്നത് അത് സയൻസിന്റെ ഒരു അടിസ്ഥാന മൂല്യമാണ്, അടിസ്ഥാന പ്രമാണമാണ്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വേണ്ടത് ഡൈവേർജന്റ് തിങ്കിങ് ആണ്. ഡൈവേർജന്റ് തിങ്കിങ് ആണ് ക്രിയേറ്റിവിറ്റി. അതെന്താണ്? ഇപ്പൊ ഇങ്ങനെ താഴേക്ക് മാത്രമേ ഇത് വരുള്ളൂ എന്നുണ്ടെങ്കിൽ ഇത് കുറെ എണ്ണം മുകളിലേക്ക് പോയാൽ എങ്ങനെയിരിക്കും എന്നാണ് ഈ ഡൈവേർജന്റ് തിങ്കിങ് നമ്മൾ ചിന്തിക്കുക. താഴേക്ക് വരുന്നതിന് പകരം ഏതൊക്കെ മുകളിലേക്ക് പോകാം, ഇതെല്ലാം മുകളിലേക്കാണ് പോകുമായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും? അത് ഇമാജിനേഷനാണ്. ആ ഇമാജിനേഷൻ അതാണ് ശരിക്കും പറഞ്ഞാൽ ഡൈവേർജന്റ് തിങ്കിങ്. ആ ഡൈവേർജന്റ് തിങ്കിങ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ റൈറ്റിങ്ങിന് നമുക്ക് ആവശ്യമുള്ളത്. അപ്പൊ അതിന് എന്തൊക്കെ വേണം? ഒരു അസോസിയേഷൻ ഓഫ് ഐഡിയാസ് എന്ന് നമ്മൾ പറയും. നേരത്തെ നമുക്ക് അറിയാവുന്ന ചില സംഗതികളുമായിട്ടും ഇതുമായിട്ട് നേരിട്ട് ബന്ധമില്ല എന്ന് നമ്മൾ കരുതുന്നതായിട്ടുള്ള ചില കാര്യങ്ങളുമായിട്ടുള്ള അസോസിയേഷൻ ചിലപ്പോൾ നമ്മളെ സഹായിക്കും. അതിൽ തീർച്ചയായിട്ടും ഒരു ഇലുമിനേഷൻ ഉണ്ടാവാം, ഈ ഇലക്ഷൻ ഓഫ് ഐഡിയാസ് ഉണ്ടാവാം, ഒറിജിനാലിറ്റി, ചില മൗലികമായിട്ടുള്ള ചില ചിന്ത അതിനകത്ത് വേണം. പിന്നെ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒന്നാണ് ഹ്യൂമർ എന്ന് പറയുന്നത്, നർമ്മബോധം. അത് ശരിക്കും നർമ്മബോധം എന്ന് പറയുന്നത് ക്രിയേറ്റിവിറ്റിയുടെ ഏറ്റവും വലിയ ഒരു പ്രകടനമാണ്, നർമ്മബോധം ഉണ്ടാവുക. കാരണം പ്രത്യക്ഷമായിട്ട് ബന്ധമില്ലാത്ത രണ്ട് കാര്യങ്ങളെ നമ്മൾ സംയോജിപ്പിച്ച് അതിൽ നിന്നുണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഇഫക്റ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ നർമ്മം എന്ന് പറയുന്നത്. അപ്പൊ ആ നർമ്മം എന്ന് പറയുന്നത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നേരത്തെ തന്നെ പറഞ്ഞിട്ടില്ലേ, ഫ്രം 2 words ഡോണ്ട് മേക്ക് അനദർ വേർഡ്, മേക്ക് എ സ്റ്റാർ എന്ന് പറയും. 2 വാക്കുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ആ വാക്കിൽ നിന്ന് മൂന്നാമതൊരു വാക്ക് വെറുതെ ഉണ്ടാക്കുന്ന, അതിൽ നിന്നും നമ്മൾ വേറെ അത് സ്ഫുടം ചെയ്തെടുക്കുന്നത് പോലത്തെ ഒരു ഇഫക്റ്റ് ഉണ്ടാക്കുന്ന തരത്തിൽ വേറെ ഒരു നക്ഷത്രം ഉണ്ടാക്കണം. അതിനാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ക്രിയേറ്റിവിറ്റി എന്ന് പറയുക. അപ്പൊ അതിലൊരു സ്റ്റിമുലേഷൻ ഓഫ് ദി മൈൻഡ് ഇന്നത്തെ കാലത്ത് അത്യാവശ്യമാണ് ഇമാജിനേറ്റീവ് ആയിട്ടുള്ള റൈറ്റിങ്ങില്. അതിന് കുറച്ച് നമ്മൾ ഡൈവേർജന്റ് തിങ്കിങ് എന്ന് പറയുന്നത് പോലെ തന്നെ കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള തിങ്കിങ് വേണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ പുതിയ കാലത്ത് ഇത്രയും ആളുകളുടെ അറ്റൻഷൻ സ്പാൻ വളരെ കുറഞ്ഞു വരുന്നു, അതുപോലെ ഇത്രയും മട്ടേഡാണ്, ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ആണ് അവർക്കെല്ലാം ഉള്ളത്. ഇപ്പൊ സോഷ്യൽ മീഡിയ ഉണ്ട്, ഒരുപാട് മീഡിയ ഉണ്ട്, ഡിജിറ്റൽ ഡിവൈസസ് എല്ലാം കൂടി ഒരു ഇൻഫർമേഷൻ ഓവർലോഡ് വരുന്ന ഒരു സമയത്ത് അതിന്റെ കോഗ്നിറ്റീവ് ഓവർലോഡ് എന്ന് പറഞ്ഞ തരത്തിൽ നമുക്ക് നമ്മളുടെ മസ്തിഷ്കത്തിൽ ശേഖരിച്ചു വെക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഇൻഫർമേഷൻ നമ്മളിലേക്ക് ഇങ്ങനെ ഫ്ലഡ് ചെയ്യുന്ന ഒരു കാലത്ത് അവിടെ നമുക്ക് ഈ അറ്റൻഷൻ പിടിക്കുക എന്ന് പറയുന്ന ചെറിയൊരു കാര്യമുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് സ്റ്റിമുലേറ്റിംഗ് ആയിട്ടുള്ള ഒരു എന്തെങ്കിലും വേണം. ക്രിയേറ്റ് സംതിങ് യുണീക്ക് എന്ന് പറയും. ആ യുണീക്ക് ആയിട്ടുള്ള ഒരു സാധനം, അങ്ങനെ ഒരു അനന്യമായിട്ടുള്ള എന്തെങ്കിലുമാണ് നമ്മൾ ചെയ്യുന്നത്. ഇതുവരെ ചെയ്ത കാര്യങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി എന്റെ ശബ്ദം വേറിട്ട് കേട്ടുവോ എന്ന് നമ്മൾ ചോദിക്കുന്നത് പോലെ ഞാൻ എഴുതുന്നത് വേറിട്ട് നിൽക്കുന്നുവോ എന്നുള്ള ഒരു ചോദ്യം നിങ്ങൾ തന്നെ ചോദിച്ചിട്ട് അങ്ങനെ ആ ക്രിയേറ്റിവിറ്റിയിലേക്ക് നിങ്ങൾ വരണം. PRCA കൊച്ചി ചാപ്റ്റർ ചെയർമാൻ ബാബു ജോസഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ PRCA ദേശീയ സെക്രട്ടറിയും ഗവേണിംഗ് കൌൺസിൽ ഡയറക്ടറുമായ ഡോക്ടർ ടി വിനയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ദേശീയ വൈസ് പ്രസിഡന്റ് US കുട്ടി, കേരള ചാപ്റ്റർ ചെയർമാൻ റാമസ് മേനോൻ, കൊച്ചി ചാപ്റ്റർ സെക്രട്ടറി മനോജ് മാനുവൽ, ട്രഷറർ PK നടേഷ്, ക്യാമ്പ് ഡയറക്ടർ M മായ, പ്രോഗ്രാം കൺവീനർ ഷെറിൻ വിൽസൺ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് മീഡിയ മൈൻഡ്.